ഇപ്പോൾ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ കൂടെ നിന്ന ശിവസേന, അതോടൊപ്പം തന്നെ NCPയും ചരിത്രത്തിൽ ഇത്രയും നാളില്ലാത്ത രീതിയിലുള്ള ഒരു വലിയ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്കായിരുന്നു വീണിരുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ആ മഹാരാഷ്ട്രയിൽ കോൺഗ്രസിൻ്റെ ചുമതലയുണ്ടായിരുന്നത് കേരളത്തിൽ നിന്നുള്ള രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു. അദ്ദേഹം ഇതിനു മുൻപ് ഗുജറാത്തിലും ഈ കോൺഗ്രസിൻ്റെ ചുമതല വഹിച്ചിരുന്നു. അന്നും BJP വലിയ രീതിയിൽ മുന്നേറ്റമുണ്ടാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഗുജറാത്ത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടാനാണ് BJPക്ക് സാധിച്ചിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ നോക്കുവാൻ രമേശ് ചെന്നിത്തല ഗുജറാത്തിൽ എത്തിയത്. ഇപ്പോൾ അതിന് പിന്നാലെ മഹാരാഷ്ട്രയിലും വലിയ BJP തരംഗം ഉണ്ടായിരിക്കുകയാണ്. എന്താണ് ഇനി രമേശ് ചെന്നിത്തലയുടെ തന്ത്രങ്ങൾ? എങ്ങനെയാണ് ഇത്? കോൺഗ്രസിന് വേണ്ടിയുള്ള തന്ത്രങ്ങളാണോ അതോ BJPയെ വളർത്താനുള്ള തന്ത്രങ്ങളാണോ? രമേശ് ചെന്നിത്തലയുടെ തന്ത്രം പരാജയപ്പെട്ടാണല്ലോ നമ്മളിപ്പോൾ കണ്ടത്. രമേശ് ചെന്നിത്തല ഈ പാർലമെൻറ്റ് ഇലക്ഷനിൽ മഹാരാഷ്ട്രയുടെ ചുമതലയുണ്ടായിരുന്നു. അപ്പോൾ അത് വലിയ വിജയമായി. ഇപ്പോൾ ട്രോളുകളാണ്. അദ്ദേഹം മുമ്പും ഈ കോവിഡ് സമയത്തൊക്കെ ഉസ്മാനെയൊക്കെ വിളിച്ച് ട്രോൾ ഏറ്റുവാങ്ങിയ ഒരാളാണ്. രമേശ് ചെന്നിത്തല അങ്ങനെ ട്രോളുകൾ അവിടെ മുതലാണ് രമേശ് ചെന്നിത്തല ആളുകളൊക്കെ ട്രോളി തുടങ്ങിയത്. ഇപ്പോഴും മനോരമയിൽ രമേശ് ചെന്നിത്തല വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നേറ്റം ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനം വന്നിരുന്നു. അപ്പോൾ ആ ലേഖനത്തെയൊക്കെ വെച്ചിട്ടാണ് ഒരു അഭിമുഖം. അപ്പോൾ ആ അഭിമുഖം വെച്ചിട്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിനെ ട്രോളുന്നത്. അദ്ദേഹം വയനാട്ടിലെ വിജയത്തെ ഒക്കെ പ്രിയങ്ക ഗാന്ധിക്ക് ആശംസയൊക്കെ നേർന്നിട്ട് FB പോസ്റ്റ് ഇട്ടു. അതിന് താഴെയും വന്നിട്ട് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ സർക്കാർ രൂപീകരിക്കും എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് അവിടെ വലിയ വിജയമുണ്ടാകും. അതായത് ഹരിയാനയിൽ നിന്ന് ഞങ്ങൾ പാഠം പഠിച്ചു, ഹരിയാനയിൽ കോൺഗ്രസ് വിജയിക്കും എന്നായിരുന്നല്ലോ എല്ലാവരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അവിടെ BJP നേതൃത്വത്തിലുള്ള NDA മുന്നണിയാണ് അധികാരത്തിൽ വന്നത്. അപ്പോൾ അത് ഒരു പാഠമായി. അപ്പോൾ ആ പാഠത്തിൽ നിന്ന് ഇവിടെ മഹാരാഷ്ട്രയിലും അതിനനുസരിച്ചുള്ള വളരെ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ മുന്നണി അധികാരത്തിൽ വരും. കോൺഗ്രസിന് കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കാനെങ്കിലും കഴിഞ്ഞു. ഇത് 100 സീറ്റ് മത്സരിച്ചിട്ട് വെറും 16 സീറ്റിലേക്ക് ഒതുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഹരിയാനയിൽ നിന്ന് എന്താണ് പഠിച്ചത് രമേശ് ചെന്നിത്തല? ഹരിയാനയിൽ നിന്ന് പഠിച്ചതാണിത്. അതെ, എങ്ങനെ തോൽക്കാം, അവിടെ എങ്ങനെ ജയിക്കാമെന്ന് പഠിച്ചു, ഇവിടെ എങ്ങനെ അമ്പയെ പരാജയപ്പെടാം എന്ന് പഠിച്ചു. എന്തായാലും അവിടെ ചെന്നിത്തല പരാജയപ്പെട്ടെടുത്തപ്പോൾ ഈ മഹാരാഷ്ട്രയിൽ ഇദ്ദേഹം പാർലമെൻറ്റ് ഇലക്ഷന് പോയി ഗംഭീര വിജയമായി. പിന്നെ ഗുജറാത്തിലെ ശ്രീത്ത് പറഞ്ഞ പോലെ ഒരു തലപ്പാവൊക്കെ വെച്ച് അതൊക്കെ വലിയ വാർത്തയായതാണ്. ഇദ്ദേഹത്തിന് ഹിന്ദി നന്നായി സംസാരിക്കാൻ അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം ഹിന്ദിയിൽ തന്നെയാണ് പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ചെറിയ മീറ്റിങ്ങുകളിലായാലും വലിയ മീറ്റിങ്ങുകളിലൊക്കെ ആയാലും പോയി അവിടെ വേറെ ഒരു പരിഭാഷകൻ്റെ ആവശ്യമൊന്നുമില്ല, ഹിന്ദിയിൽ തന്നെ പ്രസംഗിക്കുകയൊക്കെ ചെയ്യും. ഇതിനോടൊപ്പം ആ കാലത്ത് പ്രവർത്തിച്ച മമതാ ബാനർജിയും ഹിമന്ത വിശ്വ ശർമ്മയും മറ്റു പല നേതാക്കളും ഉന്നതങ്ങളിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം മാത്രമാണ് ഇപ്പോൾ ഹരിപ്പാട് MLA ആണ്. അദ്ദേഹത്തിന് ഇവിടെ കാലുവാരിയതുകൊണ്ടാണ് ഈ പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത്. അങ്ങനെയാണ് കഴിഞ്ഞ തവണ ഈ A ഗ്രൂപ്പും I ഗ്രൂപ്പും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പേരാണ് ഹൈക്കമാൻഡിൻ്റെ മുന്നിൽ വെച്ചത്, പ്രതിപക്ഷ നേതാവ് എന്നുള്ള ആ സ്ഥാനത്തേക്ക്. പക്ഷേ ഹൈക്കമാൻഡ് അത് വെട്ടിയിട്ട് VD സതീശനെ പ്രതിപക്ഷ നേതാവായി. അന്ന് ഉമ്മൻചാണ്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന യുവ നേതാക്കൾ ഉൾപ്പെടെ VD സതീശൻ അനുകൂലമായി നിലപാടെടുക്കുകയൊക്കെ ചെയ്തു. എന്തായാലും അദ്ദേഹത്തിന് ഇനിയൊരു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടറിയേണ്ടി വരും. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ആ തലമുറയിൽപ്പെട്ട നേതാക്കന്മാരൊക്കെ പിന്നോട്ട് പോവുകയും പുതിയ ആളുകളൊക്കെ കയറി വരികയും ചെയ്യുന്നതുകൊണ്ട് ഇനി ഇവിടെ വരുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം V മുരളീധരൻ അവിടെ ചുമതലയുണ്ടായിരുന്നു മഹാരാഷ്ട്രയ്ക്ക്. അപ്പം V മുരളീധരനെ സന്തോഷിക്കാം. അദ്ദേഹം മുൻ കേന്ദ്രമന്ത്രിയും BJP സംസ്ഥാന പ്രസിഡൻറ്റും ഒക്കെ ആയിരുന്നു. അമിത്ഷായ്ക്കായിരുന്നു മേൽനോട്ട ചുമതല. പക്ഷേ V മുരളീധരനും അതിൻ്റെ ഭാഗമായി അവിടുത്തെ ചുമതലക്കാരനായി ഉണ്ടായിരുന്നു. V മുരളീധരനെ മഹാരാഷ്ട്രയിൽ സംഘടനയെ ചലിപ്പിക്കാൻ അറിയാവുന്ന ആളെന്നുള്ളത് ആറ്റിങ്ങിൽ അദ്ദേഹം 3 ലക്ഷത്തോളം വോട്ട് പിടിച്ചല്ലോ. അപ്പം അതും ഒക്കെ നേരത്തെ BJP പ്രസിഡന്റ് എന്നുള്ള നിലയിലും അദ്ദേഹം ഇവിടെ സംഘടനയ്ക്ക് മികച്ച അടിത്തറയിട്ട ഒരു പ്രസിഡന്റാണ്. നമ്മൾ മറ്റെന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും V മുരളീധരനെ സംബന്ധിച്ച് സംഘടനയെ ചലിപ്പിച്ച പ്രസിഡന്റാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അമിത്ഷാ V മുരളീധരനെ മഹാരാഷ്ട്രയുടെ ചുമതല ഏൽപ്പിച്ചു കൊടുത്തു. അദ്ദേഹം അത് ഭംഗിയായി ചെയ്തു. അപ്പോൾ ഈ വിജയത്തിൽ യഥാർത്ഥത്തിൽ ഇപ്പുറത്ത് ചെന്നിത്തല 2 കേരളീയരാണ്. കോൺഗ്രസിൻ്റെ ചുമതല ആയിട്ട് പോയത് ചെന്നിത്തല, ഇപ്പുറത്ത് V മുരളീധരൻ വലിയ ഒരു വിജയത്തിൻ്റെ ആഹ്ലാദം പങ്കിടുമ്പോൾ ചെന്നിത്തലയുടെ എനിക്ക് 49 സീറ്റ് അല്ലേ, 49 സീറ്റ് മറ്റോ ലഭിച്ചുള്ളൂ. അതായത് പല പാർട്ടികളും കോൺഗ്രസിന് ആ മുന്നണിക്ക് കോൺഗ്രസിന് 100 സീറ്റ് അവർ വാശി പിടിച്ച് മത്സരിച്ചതാണ്. പല സീറ്റിലും പരാജയം. കാരണം ലോക്സഭയിൽ എവരായിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി.
ഇപ്പോൾ BJP 9 സീറ്റിൽ ഒതുങ്ങിയപ്പോൾ കോൺഗ്രസ് 13 സീറ്റ് നേടി. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറാൻ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടായിരിക്കും കൂടുതൽ സീറ്റ് വേണമെന്ന് വാശി പിടിച്ചത്. അല്ല, ഇവർ ഈ വിദർഭ മേഖലയുണ്ടല്ലോ, അവിടെയൊക്കെ കോൺഗ്രസിന് വലിയ ശക്തിയുള്ള മേഖലയാണ്. പക്ഷെ അവിടെയൊക്കെ തന്നെ ഇവർ പിന്നോട്ട് പോയി, അവിടെല്ലാം തകർന്നടിഞ്ഞു. അപ്പോൾ ഈ ചെന്നിത്തല എനിക്കിത് അറിയാനുള്ള ചെന്നിത്തലയുടെ തന്ത്രങ്ങൾ എന്താണ്? കാരണം ഗുജറാത്തിന്റെ ചരിത്രത്തിൽ ഒരു പാർട്ടി നേടുന്ന ഏറ്റവും വലിയ സീറ്റിന്റെ എണ്ണം നേടിയത് ഈ രമേശ് ചെന്നിത്തല ചുമതലയിൽ വന്നപ്പോഴാണ്. അപ്പോൾ അതിന് സമാനമായി തന്നെ മഹാരാഷ്ട്രയിൽ BJP ആകെ 150-ലധികം സീറ്റിലെ മത്സരിച്ചുള്ളൂ. പക്ഷെ 130 സീറ്റും ഒറ്റയ്ക്ക് ഭരണത്തിലെത്താൻ കഴിയുന്ന ആ രീതിയിലേക്ക് ഇത് എങ്ങനെയാണ് തന്ത്രങ്ങൾ മെനയുക എന്നതിനെ കുറിച്ച് പഠിക്കേണ്ടിരിക്കുന്നത്. തന്ത്രങ്ങൾ മെനയാൻ ഇപ്പുറത്ത് RSS കൃത്യമായി അതിൻ്റെ നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു. ഇവിടെ ഒരു സംഘടനാ സംവിധാനം ഇല്ലല്ലോ. ഇപ്പോൾ ചെന്നിത്തല അവിടെ ചെന്നു എന്നുള്ളത് കൊണ്ട് ഇവിടെ ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ രണ്ട് തവണയായി ഇവിടെ കേരളത്തിൽ അധികാരത്തിലെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല UDF-ന്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അവിടെ ചെന്നു എന്നുള്ളത് കൊണ്ട്, മഹാരാഷ്ട്രയിൽ ചെന്നു എന്നുള്ളത് സംഘടനാ സംവിധാനം ഇല്ലാത്ത ഒരിടത്ത് എന്നിട്ട് അദ്ദേഹത്തിന് ഇവരെ മുഴുവൻ അധികാരത്തിലെത്തിക്കാമെന്നൊക്കെ വിചാരിച്ചാൽ, അല്ലെങ്കിൽ അദ്ദേഹം വലിയ മാന്ത്രികനായിരിക്കണം. അപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. അതുതന്നെയാണ് അവരുടെ പരാജയ കാരണം. അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം എവിടെ നിന്നോ ഉണ്ടാകുന്നു, ജയിക്കും എന്നുള്ളത് ആത്മവിശ്വാസം. വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്, ഇവർക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നേട്ടം വിലയിരുത്തിയാണ് ഇവർ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ നടത്തിയത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഇവർ നേരത്തെ ഉയർത്തിക്കാട്ടിയില്ല. ഇവിടെ അപ്പുറത്ത് നിൽക്കുമ്പോൾ നമുക്കറിയാം BJP അധികാരത്തിൽ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ NDSAക്ക് അധികാരത്തിൽ വരികയാണെങ്കിൽ ഫട്നാവിസ് മുഖ്യമന്ത്രിയാകും എന്ന് ഏകദേശം ഉറപ്പാണ്. ഇനി അഥവാ വേറെ ഏതെങ്കിലും തരത്തിൽ ഇനി ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് തന്നെ ശിവസേനയുടെ ഏകനാഥ് ഷിൻഡെയെ തന്നെ ആക്കാമെന്ന് തീരുമാനിച്ചാൽ അദ്ദേഹവും മുഖ്യമന്ത്രിയാണെന്നുള്ളത് ഏകദേശം ഈ രണ്ടുപേരിലാണ് ഫോക്കസ് ചെയ്താണ് അവർ പ്രചാരണം മുന്നോട്ട് നയിച്ചത്. ഇപ്പുറത്ത് പറയാനൊരു നേതാവില്ല. ശരത് പവാറിനെ പോലെ ഒരു വലിയ അധികായനുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത്രയും വയസ്സായി, പ്രായമായി, അദ്ദേഹത്തിന് അത്രയും സജീവമായി നിൽക്കാൻ കഴിയുന്നില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയിൽ പാളയത്തിൽ പടയാണ്. ഇവിടെയും മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്ന അജിത് പവാറാണ്. ഏതാണ് യഥാർത്ഥ NCP എന്ന് ചോദിച്ചാൽ ഇപ്പോൾ അജിത് പവാറിൻ്റെ പാർട്ടിയാണെന്ന് പറയേണ്ടി വരും. ശരത് പവാറിൻ്റെ ഒപ്പം നിന്നവരൊക്കെ അമ്പയെ പരാജയപ്പെട്ടു. അതേസമയം ലോക്സഭാ ഇലക്ഷനിൽ നേരെ തിരിച്ചായിരുന്നു. അതുപോലെ തന്നെ ഇവരെല്ലാം മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഇതിനകത്തുള്ള ഇപ്പോൾ ആരാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും ഇവർ പരസ്പരം മുഖ്യമന്ത്രി ആകാൻ വേണ്ടിയിട്ടുള്ള ശ്രമവും നടത്തിയിരുന്നു. ഈ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് തുടർഭരണം ഉണ്ടാകും എന്ന് വിചാരിച്ചിരുന്നപ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഉമ്മൻചാണ്ടിയെ പരസ്പരം ഈ രമേശ് ചെന്നിത്തലയുടെ ഗ്രൂപ്പും അപ്പുറത്ത് നിന്നുകൊണ്ട് ഉമ്മൻചാണ്ടി വീണ്ടും വന്നാൽ അദ്ദേഹം തന്നെ മുഖ്യമന്ത്രി. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി കോൺഗ്രസ് തന്നെ ഗ്രൂപ്പുകാർ തന്നെ കാലുവാരി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ സീറ്റുകൾ തോറ്റുപോയി. അങ്ങനെയാണ് ദയനീയ പരാജയം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ അത്രയും വലിയ ഒരു പരാജയത്തിലേക്ക് 34 സീറ്റിലോ മറ്റോ ആണ് ഒതുങ്ങിപ്പോയത്. അത്രയും വലിയ പരാജയം ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയാകണം എന്ന് മോഹിച്ചുകൊണ്ട് പലരും അതിനു വേണ്ടിയിട്ടുള്ള കളികൾ നടത്തി. അങ്ങനെ അതും ഇവർക്ക് പരാജയമായിട്ടുണ്ട്. എന്തായാലും ഇദ്ദേഹം വീണ്ടും ട്രോളുകളിൽ ഇടം പിടിക്കുകയാണ്. ഇദ്ദേഹം മനോരമയിൽ വന്ന ആ ഇൻ്റർവ്യൂ ഉൾപ്പെടെ എടുത്തു വെച്ചുകൊണ്ട് മഹാരാഷ്ട്രയിലെ പരാജയം ഇദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചടി കൂടിയാണ്. അതേസമയം V. മുരളീധരന് അത് മറ്റൊരു നേട്ടമായി മാറുകയും ചെയ്യുന്നു.